ശ്രീഹരേ നമ. ശ്രീകൃഷ്ണായ നമ. നൂനം ദൃശ്യസ്യ ശോണോത്പലദളനയന കോപി ഗോപാലബാല അലോകാസ്തീർത്ഥദേശൻ ക്രമിഷുരനിലഗേഹാധികാനേകദാബ്ധി ഭക്തിക്ഷീരം തദൽപം കലയത ഹൃദയത്ര സ്പൃഹാധിക്യഹേതോ ആയാസ്യത്തേവ ശിഞ്ചാനിനദ വിരഹിതോ ഗവ്യജൗരായ കൃഷ്ണ കരകമലദളദളിത ലളിതതരവംശീ കളനിനദ കളതമൃതഘന സരസി ദേവേ സഹജരസഭരഭരിതരഹസിതവീഥി സതതമധരമണി മധുരിമണിലീയേ. ശ്രീഗുരുവായൂരപ്പ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഞാനിപ്പോൾ ഉള്ളത് ഭാഗവത മുത്തശ്ശിയുടെ അടുത്താണുള്ളത്. നമ്മുടെ കാഞ്ഞങ്ങാട് വാഴക്കോട് വെച്ച് മഹാസത്സംഗത്തിൽ വെച്ച് ശ്രേഷ്ഠാചാര്യ പുരസ്കാരം നൽകി എല്ലാവരും നമസ്കരിച്ചതിന് ശേഷം ഞാൻ ഇന്നാണ് കാണുന്നത്. ഉച്ചയോട് കൂടിയിട്ട് ഇവിടെ എത്തി. കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് യാത്രയാകും. മുത്തശ്ശി നിത്യപാരായണത്തിൽ ഇന്ന് വാമനാവതാരാണ് വായിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേൾക്കാം, നമുക്ക് സന്തോഷത്തോടു കൂടി കേൾക്കാം. വാമനാവതാരം. ഹരേ നമ. ശ്രീകൃഷ്ണായ നമ. അഥ സപ്തദശോऽധ്യായः. ശ്രീശുക ഉവാച ഇത്യുക്താ സാദിതി രാജൻ സ്വഭർത്താ കശ്യപേന വേ അന്വതിഷ്ഠദ്വ്രതമിദം ദ്വാദശാഹമതന്ത്രിതാം ചിന്തയന്ത്യേകയാ ബുദ്ധ്യാ മഹാപുരുഷമീശ്വരം പ്രഗൃഹ്യേന്ദ്രിയദൃഷ്ടാശ്വാൻ മനസാ ബുദ്ധിസാരഥേ മനശ്ചൈകാഗ്രയാ ബുദ്ധ്യാ ഭഗവത്യഖിലാത്മിനി വാസുദേവേ സമാധായ ചചാരഹഭയോവൃതം തസ്യാ പ്രാദുരഭൂത്താതാ ഭഗവാൻ ആദിപുരുഷः പീതവാസാശ്ചതുർബാഹുശംഖചക്രഗദാധരः തന്നേത്രഗോചരം വീക്ഷ്യ സഹസോത്ഥായ സാദരം നനാമഭുവികായേന ദണ്ഡവൽ പ്രീതിവിഹ്വലാം സ്വോത്ഥായ ബദ്ധാഞ്ജലിരീഡിതും സ്ഥിതാം നോത്സേഹ ആനന്ദജലാകുലേക്ഷണ ബഭൂവ തൂഷ്ണിം പുളകാകുല ഹൃദയസ്തദ്ദർശനാദ്യുത്സവഗാത്രവേപഥുഃ പ്രീത്യാ ശനൈർഗദ്ഗദയാ വിരാഹരിം തുഷ്ടാവസാ ദേവ്യതിഥിഃ കുരുദ്വഃ ഉദ്വീക്ഷതി സാ പിബതീവ ചക്ഷുഷാ രമാപതിം യജ്ഞപതിം ജഗൽപതിം. അതിതിരുവാച യജ്ഞേശയജ്ഞപുരുഷാച്യുതതീർത്ഥപാദ തീർത്ഥശ്രവശ്രവണമംഗളനാമധേയാ ആപന്നലോകവൃജനോപശമോദയാദ്യ ഷാന്നഃ കൃധീശ ഭഗവന്നസി ദീനനാഥ വിശ്വായ വിശ്വഭവനസ്ഥിതി സംയമായ സ്വൈരം ഗൃഹീതപുരുഷക്രിയുണായ ഭൂമ്നേ സ്വസ്ഥായ ശശ്വതുപബൃംഹിതപൂർണബോധദ്വ്യാപാദിതാത്മ തമസേ ഹരയേ നമസ്തേ. ആയുഃപരംബപുരഭീഷ്ടമതുല്യലക്ഷ്മീർജോ ഭൂരസാः സകലയോഗഗുണാസ്ത്രിവർഗः ജ്ഞാനം ച കേവലമനന്തഭവന്തി ദുഷ്ടാൽ ത്വത്തോ നൃണം കിപുസപത്നജയാദിരാശിः. ശ്രീശുക ഉവാചാദിത്യൈവം സ്തുതോ രാജൻ ഭഗവാൻ പുഷ്കരേക്ഷണ ക്ഷേത്രജ്ഞ സർവഭൂതാനാമിതി ഹോവാച ഭാരത. ശ്രീഭഗവാനുവാച വിദേവമാതദ്ഭവത്യാ മേ വിജ്ഞാതം ചിരകാംക്ഷിതം യൽ സപത്നൈർഹൃതശ്രീണാം ത്യാവിതാനാം സ്വധാമതഃ താൻ വിനിർജിത്യ സമരേ ദുർമദാനാസുരഋഷഭാൻ പ്രതിലബ്ധത്തെ ശ്രീഭിः പുത്രൈരിച്ഛസ്യുവാസിതും ഇന്ദ്രജ്യേഷ്ഠൈः സദനൈർഹതാനാം ഹൃദി വിദ്വിഷാം സ്ത്രിയോരുദന്തീരാസാദ്യാ ദ്രഷ്ടുമിച്ഛസി ദുഃഖിതാ ആത്മജാൻ സുസമൃദ്ധാം സ്ത്വം പ്രത്യാഹൃതേശ ശ്രിയഃ നാഗപൃഷ്ഠമധിഷ്ഠായ ക്രീഡതോ ദ്രഷ്ടുമിച്ഛസി പ്രായോധുനാ തേ സുരയൂഥനാഥ അപാരണീയാ ഇതി ദേവി മേ മതിഃ യത്തേനുകൂലേശ്വര വിപ്രഗുപ്താ ന വിക്രമസ്തത്ര സുഖം ദദാതി. അഥാപ്യുപായോ മമ ദേവി ചിന്ത്യ സന്തോഷിതസ്യ വ്രതചര്യയാ തേ മമാർച്ചരന്നാർഹതി ഗന്ധുമന്യഥാ ശ്രദ്ധാനുരൂപം ഫലഹേതുകത്വാൽ ത്വയാർച്ചിതശ്ചാഹമപത്യഗുപ്തയേ പയോവ്രതേനാനുഗുണം സമീഡിതഃ സ്വാംശേന പുത്രത്വമുപേത്യത്തെ സുതാൻ ഗോപ്താസ്മി മാരീചതപസ്യധിഷ്ഠിതഃ ഉപധാവപതിം ഭദ്രേ പ്രജാപതിമകൽമഷം മാം ച ഭാവേധീപത്യാവേവം രൂപമവസ്ഥിതം
നൈതൽ പരസ്മാ ആഖ്യേയം പൃഷ്ടയാ വികസഞ്ജന സർവം സമ്പദ്യത്തെ ദേവി ദേവഗുഹ്യം സുസംവൃതം. ശ്രീശുകൗവാച ഏതാവദുക്ത്വാ ഭഗവാൻ തത്രൈവാന്തരധീയത അതിഥിർദുർലഭം ലബ്ധ്വാ ഹരേർജന്മാത്മനി പ്രഭോ ഉപാധാവൽപതിം ഭക്ത്യാ പരയാ കൃതകൃത്യവൽ സമയ സമാധിയോഗേന കശ്യപസ്തദബുദ്ധ്യത പ്രവിഷ്ടമാത്മനി ഹരേരംശം ഹ്യവിദധേക്ഷണ സോദിത്യം വീര്യമാധത്ത തപസാ ചിരസംഭൃതം സമാഹിതമനാഗ്രാജൻ ദാരുണ്യഗ്നിം യഥാനിലഃ അതിഥേർധിഷ്ഠിതം ഗർഭം ഭഗവന്തം സനാതനം ഹിരണ്യഗർഭോ വിജ്ഞായ സമീരേ ഗുഹ്യനാമഭി. ബ്രഹ്മോവാച ജയോരുഗായ ഭഗവന്നുരുക്രമ നമോസ്തുതേ. നമോ ബ്രഹ്മണ്യദേവായ ത്രിഗുണായ നമോ നമഃ. നമസ്തേ വൃഷ്ണിഗർഭായ വേദഗർഭായ വേദസേ ത്രിനാഭായ ത്രിപൃഷ്ഠായ ശീപിവിഷ്ടായ വിഷ്ണവേ. ത്വമാദിരന്തോ ഭുവനസ്യ മധ്യമനന്തശക്തിം പുരുഷം യമാഹു കാലോ ഭവാനി ക്ഷിപതീശ വിശ്വം ശ്രോതോ യഥാന്തഃപതിതം ഗഭീരം. ത്വം വൈ പ്രജാനാം സ്ഥിരജംഗമാനാം പ്രജാപതീനാമസി സംഭവിഷ്ണുഃ ദിവോകസാം ദേവദിവശ്ച്യുതാനാം പരായണം നൗരിവ മജ്ജതോപ്സു. ശ്രീഹരേ നമഃ. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ വാമനപ്രാദുർഭാവേ സപ്തദശോऽധ്യായഃ. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സ്വസന്താനത്തിന് ശ്രേയസ്സില്ലാതെ കണ്ട് അതിഥി മാതാവ് കശ്യപ പ്രജാപതിയെ ആശ്രയിച്ചു. അവൻ അതിഥി മാതാവിനായിട്ട് പയോവ്രതം ഉപദേശിച്ചു കൊടുത്തു. വേണ്ടതുപോലെ ഫാൽഗുന മാസത്തിലായിട്ട് അതിഥി മാതാവ് പയോവ്രതം അനുഷ്ഠിച്ചപ്പോൾ ആദിപുരുഷനായ യജ്ഞേശനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹത്തെ നൽകി. ഭഗവാൻ തന്നെ മകനായിട്ട് പിറക്കുകയാണ് ചിങ്ങമാസത്തിൽ ആയിട്ട് തിരുവോണം നക്ഷത്രത്തിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ അല്ലേ? അഭിജിത്ത് ഈ സമയം തന്നെയാണ് അഭിജിത്ത് മുഹൂർത്തം, ഇപ്പോഴത്തെ സമയം അഭിജിത്ത് മുഹൂർത്തം. ഒരു കൂട്ടുകെട്ടാൻ ഭഗവാന്റെ അതെ 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 അടുപ്പിക്കണ്ടേ? അതെ. അപ്പൊ ഇങ്ങനെയുള്ള ഇതേ സമയം തന്നെ അഭിജിത്ത് മുഹൂർത്തത്തിൽ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അവതാരം ചെയ്യുന്നു. പീതാംബരധാരിയായിട്ട് അംഗാധ്യായുധ ഭൂഷണങ്ങളോട് കൂടിയിട്ട് ഗുരുവായൂരപ്പന്റെ ഒരു അത്ഭുതാവതാരം ഇവിടെ ഇതാ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. അമ്മയുടെ വാക്കിലൂടെ കേൾക്കാം. നമഃ ശ്രീകൃഷ്ണായ നമഃ. അഥാഷ്ടാദശോऽധ്യായः. ശ്രീശുകൗവാച ഇത്തം വിരിഞ്ചസ്തുതകർമ്മവീര്യः പ്രാദുർബഭൂവാമൃതഭൂരദിത്യാം ചതുർഭുജഃ ശംഖഗദാബ്ജചക്രഃ പിശങ്കവാസാ നളിനായതേക്ഷണഃ ശ്യാമാവതാതോ ഝഷരാജകുണ്ടല തുഷോല്ലസൽക്ഷീവദനാംബുജപുമാൻ ശ്രീവത്സവക്ഷാവലയാംഗദോല്ലസൽ കിരീടകാഞ്ചി ഗുണചാരുനൂപുരഃ മധോവ്രതൗരാതവിഘുഷ്ടയാ സ്വയാ വിരാജിതശ്രീവനമാലയാ ഹി പ്രജാപതേർവിസ്മതമസ്വരോചിഷാ വിനാശയൻ കണ്ഠദിവിഷ്ടകൗസ്തുഭഃ ദിശപ്രസേതുസ്സലിലാശയാസ്തദാ പ്രജാപ്രഹൃഷ്ടാർത്തവോ ഗുണാന്വിതാഃ ദ്യൗരന്തരിക്ഷം ക്ഷിതിരഗ്നിജിഹ്വാ ഗാവോ ദ്വിജാഃ സഞ്ജഘൃഷുർനഗാശ്ച. ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേഭിജിതി പ്രഭോ സർവേ നക്ഷത്രതാരാദ്യാശ്ചക്രുസ്തജന്മദക്ഷിണം. ദ്വാദശ്യം സവിതാതിഷ്ഠൻ മധ്യം ദിനഗതോ നൃപ വിജയാ നാമ സാ പ്രോക്ത യസ്യാം ജന്മ വിദുർഹരേഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വാമനമൂർത്തിയുടെ ഉപനയനാദി സംസ്കാര കർമ്മങ്ങളെ വിസ്തരിക്കുകയാണ് പിന്നീട് ഭാഗവതത്തിലായിട്ട് ചെയ്യുന്നത്. സാക്ഷാൽ വേദഗർഭനായിട്ടുള്ള ഭഗവാൻ തന്നെ വന്ന് ബ്രഹ്മസൂത്രത്തെ നൽകിയെന്നും കൗബീനാച്ഛാദനം മാതാ അല്ലേ, അമ്മ കൗബീനം നൽകിയെന്നും അന്നപൂർണേശ്വരി തന്നെ വന്നിട്ട് ഭിക്ഷ നൽകി എന്നൊക്കെ പറയുന്നതായ അതിവിശേഷപ്പെട്ട ഇത്ര ഗംഭീരമായിട്ടുള്ളൊരു ഉപനയനം ഉണ്ടായിട്ടില്ല എന്ന് പറയാം അല്ലേ. അത്ര ഗംഭീരമായിട്ട് എല്ലാ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാരും അതുപോലെ ദേവതാഗണങ്ങളൊക്കെ വന്നിട്ടാണ് വാമനമൂർത്തിയുടെ ഉപനയനം നടത്തുന്നത്. ആ ഭാഗമാണ് വായിക്കുന്നത്. ശ്രീഹരേ നമ. ദ്വാദശ്യാം സവിതാതിഷ്ഠൻ മധ്യം ദിനഗീതോ നൃപ വിജയാ നാമ സാ പ്രോക്ത യസ്യാം ജന്മ വിദുർഹരേഃ
ശംഖദുന്ദുഭയോ നേതുർമൃദംഗപണവാനകാः വിചിത് ചിത്രവാദിത്രതൂര്യാണം നിർഘോഷസ്തുമുരോ ഭവൽ പ്രീതാശ്ചാപ്സരസോ നിത്യദ്ഗന്ധർവപ്രവരാജഗുഃ തുഷ്ടുവന്മുനയോ ദേവാ മനവः പിതരോഗ്നയः സിദ്ധവിദ്യാധരഗണാः स किं पुरुषकिन्नराः चारणाक्षरक्षांसि सुवर्णाभुजगोत्तमाः गायन्तोऽधि प्रशंसन्तो नृत्यन्तो विबुधानुगाः अदित्या आश्रमपदं कुसुमैः समवागिरन् दृष्ट्वादितिस्तं निजगर्भसम्भवं परं पुमांसं मुदमापविस्मिता गृहीतदेहं निजयोगमाया प्रजापतिस्साह जयेति विस्मितः यत्तत्त्वपुर्भादिविभूषणायुधैरव्यक्तमधारयद्धरी बभूव तेनैव स वामनो वधुः सम्पश्यतो दिव्यगतिरि यथा नटः तं वडुं वामनं दृष्ट्वा मोदमाना महर्षया कर्माणि कारयामासु पुरस्कृत्य प्रजापतिं तस्योपनीयमानस्य सावित्रीं सविता ब्रवीत् बृहस्पतिर्ब्रह्मसूत्रं मेखलां कश्यपो ददौ कृष्णाजिनं भूमिर्दण्डं सोमो वनस्पतिः कौपीनाच्छादनं माता द्यौ छत्रं जगतां पतेः कमण्डलं वेदगर्भकुशान् सप्तर्षयो ददुः अक्षमालां महाराजा सरस्वत्यव्ययात्मनः तस्मात्युपनीताय यक्षराट्पात्रिकामदाल् भिक्षां भगवती साक्षात् उमादादम्बिका सदी अम्मे शरणं स ब्रह्मवर्चसेनैवं सभां सम्भावितो वटुः ब्रह्मर्षिगणसंजुष्टामत्यरोचतमाजुषः समिद्धवाहितं वह्निं कृत्वा परिसमूहनं परिस्तीरसमभ्यर्च्य संविद्भिर्जगोद्विजः श्रुत्वाश्वमेधैरजमानमूर्तितं बलिं भ्रूणामुपकल्पितैस्ततः जगाम तत्राखिलसारसंभृतो भारेण गां सन्नमयन् पदे पदे तं नर्मदायास्तट उत्तरे बलेर्या ऋत्विजस्ते भृगुकच्छसंज्ञके प्रवर्तयन्तो भृगवक्रतूत्तमं व्यचक्षदारादुचितं यथा रविं ऋत्विजोयमानस्सदस्या हतत्युषो वामनतेजसा नृपा सूर्यः किरायात्युतवा विभावसो सनल्कुमारोऽथ दिदृक्षया कृतोः इत्थं सशिष्येषु भृगुष्ठनेकदा वितर्क्यमाणो भगवान् स वामनः छत्रं सदण्डं सजलं कमण्डलुं विवेश बिभ्रद्धयमेधवाटं मौञ्या मेखलया वीतमुपवीताजिनोत्तरं जटिलं वामनं विप्रं मायामाणवकं हरिं प्रविष्टं वीक्ष्य भृगवः शिष्यास्ते सखाग्निभिः प्रत्यगृह्णन् समुत्थाय संक्षिप्तास्तस्य तेजसा यजमानप्रमुदितो दर्शनीयं मनोरमं रूपानुरूपावयवं तस्माश्रमाहरल् स्वरागतेनाभिनन्द्याथा पादौ भगवतो बलिः अवनिज्यार्चयामास मुक्तसङ्गमनोरमं तत्पादशौचं जनकन्मषापकं सधर्मविन्मूर्ध्यददाल् सुमङ्गलं यद्देवदेवो गिरिशश्चन्द्रमो निर्दधार मूर्धा परया च भक्त्या विनिर्वाचां स्वागतं ते नमस्तुभ्यं ब्रह्मण्यं करवामते ब्रह्मर्षीणां तपः साक्षान्मन्ये वार्यवबुर्धरम् अद्य नः पितरस्तृप्ता अद्य नः पावितं कुलम् अद्य शिष्टकृतुरयं यद्भवानागतो गृहान् अद्याग्नयो मे सूतायुधा यथा निधिद्विजात्मन तच्चरणावने जनैः हताम्भसो वार्भिर्यं च भूरहो तथा पुनीता तनुभिः पदैस्तव यद्यद्वटो वाञ्छसि तत्प्रतीक्षणे त्वामर्थिनं विप्रसुदानुतर्कये गाङ्गाञ्जनं गुणवद्धामवृष्टं तथान्नवे उत वा विप्रकन्यां ग्रामन् समृद्धन् स्तुरगन् गजन् वा तथार्हत्तम सम्प्रतीच्छा श्रीहरे नमः श्रीकृष्णाय नमः इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां
അഷ്ടമസ്കന്ധേ വാമന പരാദുർഭാവേ വേലി വാമന സംവാദേ അഷ്ടാദശോധ്യായ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇതാണ് ഞങ്ങൾക്ക് ചെല്ലുണ്ടെന്നറിയാം. സ്വാഗതേനാഭിനന്ദ്യ പാദോ ഭഗവതോ അഭിനന്ദ്യാദിച്ച മുഖസംഗം. എൻ്റെ ഇഷ്ടം നീ വന്നതുകൊണ്ട് എനിക്കിഷ്ടമായി. സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മൻ കിം കരവാമതേ ബ്രഹ്മന് ചെയ്യണം തവ സാക്ഷാത്മന്തി. ഇത് ന്യായവൃത്തരം. എൻ്റെ ഇഷ്ടമല്ല ഈ വീട. ശരി ശരി. അദ്യന പിതരച്ചെറുപ്പ അദ്യ സൃഷ്ടകൃതരേമ്പ അതാ കേളി കണ്ടോട്ടെ. ഇതാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ. ഇതൊരു ഇപ്പൊ വന്നോളന്നില്ലല്ലോ. ഇന്നെ വരണമെന്നില്ല. അതൊന്നുമില്ല. ഇന്നിപ്പോ ഞാൻ പത്രം മണിക്കൊന്നും ചെയ്യുന്നില്ല. അതെല്ലാം വിളിച്ചു വരുമ്പോൾ ആ വെള്ളത്തെ വിളിച്ച് ഞാൻ രാവിലെ വിളിച്ചു. ഇപ്പൊ ഈ വരുമ്പോൾ ഞാൻ അതിനെ ഉണ്ടായി പത്രം മണിക്കൂർ രാത്രി വിളിക്കും. അതായിട്ടുണ്ടാവും. അതൊന്നും ആയിക്കോട്ടെ, അതെല്ലാം ആയിക്കോട്ടെ. ഇത് ഇവിടെ ഉച്ച സമയത്ത് ഒരു ഇടവേള ഉണ്ടല്ലോ, അപ്പൊ ഒന്ന് വന്നിട്ട് പോവാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ ഞാൻ നാളെ സപ്താഹത്തിന് പോകും എറണാകുളത്ത്. മറ്റന്നാൾ ഒരു സത്രത്തിൽ പ്രഭാഷണമുണ്ട് കായംകുളം. അത് കഴിഞ്ഞ് വൈകുന്നേരം മഹാത്മത്തിന് എറണാകുളത്തേക്ക് എത്തും. അവിടെ ഇതുപോലെ ഒരു അമ്മ ഉണ്ട്. അമ്മക്കൊരു വലിയ മോഹം ഞാൻ തന്നെ വന്ന് നടത്തണം. ഇപ്പൊ ലീവിന്റെ എല്ലാം ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഒരു മോഹം സാധിപ്പിച്ച് കൊടുക്കണ്ടേ. വേറെ ആ ഭാഗത്തന്നെ ഉള്ള ആളാണ്, കോട്ടയത്തില്ല. നീ എൻ്റെ അമ്മ എനിക്ക് പറയാനുള്ളൂ. ഈ പുസ്തകത്തെ ആളേ ഇല്ല ഇപ്പൊ. അതായത് ഇത്രയും അമ്മമാര് നമ്മളെന്നെ കണ്ടില്ല, നേരിട്ട് കണ്ടില്ലേ. ഇതിന്റെ വെച്ചിട്ടേ പറയും നമ്മള്. അല്ല, അങ്ങനത്തെ ഒരു വല്ലാത്തൊരു കഴിവാന്ന്. ഇത് സംശയമൊന്നുമില്ല. ഇതെല്ലാം മതി എല്ലായിട്ട് നല്ല സ്ഥലമാണ്. അതെ അതെ അതെ. നമുക്കും എല്ലാവർക്കും ഒരു സന്തോഷമായി മുത്തശ്ശി വരികയും ഒരു ആ ചടങ്ങ് കൈതപ്പുറത്തിന് അത്രയും. ഞാൻ പിന്നെ വിളിച്ചു അദ്ദേഹത്തെ. വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. സന്തോഷം. ഇവിടെ വന്നാൽ ലേശൻ്റെ ഇവിടെ നാർന്ന് കിടക്കും. കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞ് പോകും. എന്തെങ്കിലും ശ്ലോകം ഒന്നും നോക്കാൻ പാടും. അങ്ങനെ നമ്മളിങ്ങനെ ആ ചേട്ടനായാലും ശരി. അപ്പം ഞാൻ കുറേ പുസ്തക ശ്ലോകം തന്നിട്ടാണ് പോയി അട്ടി വെച്ചു. മിനിയാന്ന് 50ാം വാർഷിക വിവാഹ വാർഷികം നമ്മൾ പോയി സദ്യക്ക്. ദാസോട്ടിന്റെ ഗീതച്ചിരി 50ാമത്തെ വിവാഹ വാർഷികം. ഞാൻ പൊന്നാടിയിൽ എണീച്ചു പോയി രാത്രി. ഇല്ലക്കാരെല്ലാം കൂടി എല്ലാവരും കൂടി എല്ലാം പറയലുണ്ട്. പിന്നെ ഇതന്നെ ഇപ്പം വല്ലാത്തൊരു അത്ഭുതം എന്ന് എനിക്ക് തന്നെ നിന്നപ്പോൾ ഇതൊന്നും കഴിക്കാൻ ഇന്നും തന്നെ എനിക്ക് കഴിവിച്ചാ ഞാൻ വിചാരിക്കുന്നു. ഒന്നുമില്ലടോ. അനുഗ്രഹം തന്നെയാണ് ഭഗവാനേ ശരണം. ഗോവിന്ദേതി സദാ സ്നാനം ഗോവിന്ദേതി സദാ ജപം ഗോവിന്ദേതി സദാ ധ്യാനം സദാ ഗോവിന്ദകീർത്തനം. ഗോവിന്ദേതി സദാ സ്നാനം അല്ലേ. ഗോവിന്ദേതി സദാ ജപം ഗോവിന്ദേതി സദാ ധ്യാനം സദാ ഗോവിന്ദ കീർത്തനം. സ്വർണ്ണ ഇത്തവണത്തെ അത് മൂർത്തി ഒന്ന് അല്ലേ. മൂർത്തി ഒന്ന് രാവിലെ വന്ന് മഹാത്മം വായിച്ചിട്ട് പോയി നമ്മളവിടെ. ജയനും വന്നു. അതെ, ജയനും വന്നു.